Hello students, നമുക്ക് ഇന്നൊരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. So this is a +1 coulomb charge and this is a +2 coulomb charge and this is a point P. This is 1 meter and this is 1 meter. So the question is find the net electric field intensity at point P ആണ്. നമുക്കറിയാം അക്കോർഡിംഗ് കൂളംസ് ലോ പ്രകാരം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൂളംസ് ലോന്റെ ഡിറൈവ് ചെയ്ത് കൂളംസ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ ഇതാണ് ആ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ 1/4πε0 into Q/R² ആണ്. Q/R². സോ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഈ 1 കൂളം ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, ഈ 2 കൂളം ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, E1 ഉണ്ട് E2 ഉണ്ട്. സോ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു E1 പ്ലസ് E2 ആണ്. E എന്ന് പറയുന്നത് E1 പ്ലസ് E2 ആണ്. E എന്ന് പറയുന്നത് E1 പ്ലസ് E2 ആണ്. ഇത് വെക്ടർ അഡീഷൻ ആണ്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്, ഒരു ഫോഴ്സ് വെക്ടർ ആണ്. സോ വെക്ടർ അഡീഷൻ ആണ് ഇവിടെ സാധ്യമാക്കേണ്ടത്. സോ ബോത്ത് ഫോഴ്സസ് ആർ ആക്ടിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E net ഈക്വൽ ടു E1 പ്ലസ് E2 ആണ്. E1 പ്ലസ് E2. സോ നമുക്ക് ഈ കാണാനുള്ള ഇക്വേഷൻ അറിയാം. 1/4πε0 Q/R². ഇതാണ് ഈ കാണാനുള്ള ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് 1/4πε0 into Q/R². സോ E1 is equal to E1 equal to 1/4πε0 into Q1/R², 2 square. E2 is equal to 1/4πε0 into 2/R². എന്താ? ഒന്ന് R എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്, മറ്റേ R എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. സോ 1 square and 2 square. സോ E is equal to E1 plus E2. E1 plus E2 ആണ്. E1 plus E2 രണ്ടും ഒരേ ഡയറക്ഷനിൽ ആയതുകൊണ്ട് ഇവിടെ വെക്ടർ അഡീഷൻ ഈസി ആണ്. ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. ഒരേ ഡയറക്ഷനിലുള്ള വെക്ടേഴ്സിന് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ബിക്കം 1/4πε0 1/4 plus 2/1. 1/4 plus 2/1. So the electric field intensity is equal to 1/4πε0 into 9/4. ഇതിന് നമുക്ക് 9/4 എന്ന് പറഞ്ഞു എഴുതാം. കാരണം എന്താ? 4 2 8 1 9/4 9/4. സോ ഈ 1/4πε0 എന്ന് പറയുന്നത് എന്താണ്? 9 into 10⁻⁹ ആണ്. 9 into 10⁻⁹ by 9/4. 9 into 10⁻⁹. E equal to 9 into 10⁻⁹ into 9/4. So 81/4 into 10⁻⁹ Newton by Coulomb. സോ എന്താണ് ഈ ന്യൂട്ടൺ ബൈ കൂളോം? ന്യൂട്ടൺ ബൈ കൂളോം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. എന്തുകൊണ്ട് 81/4 into 10⁻⁹ എന്ന് പറയുന്നത്? 1/4πε0 എന്ന് പറയുന്നത് സ്പേസിലുള്ള ഈ പെർമിറ്റിവിറ്റി കൺസിഡർ ചെയ്താണ്. ഫ്രീ സ്പേസിലുള്ള പെർമിറ്റിവിറ്റി കൺസിഡർ ചെയ്ത് ഇവിടെ വാല്യൂ പുട്ട് ചെയ്യുകയാണെങ്കിൽ 1/4πε0 വാല്യൂ ഏകദേശം 9 into 10⁻⁹ ആയിരിക്കും. ആൻഡ് ദിസ് 9/4, ഈ 9/4 എന്ന് പറയുന്നത് ഈ രണ്ട്
ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 9/4. 1/4 plus 2/1. So answer is 9/4. So 81/4 into 10⁻⁹ Newton/Coulomb ആണ് ആൻസർ. സോ ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ 20.25 into 10⁻⁹ Newton/Coulomb. ഇതാണ് ആൻസർ. 20.25 into 10⁻⁹ Newton/Coulomb ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ. ഈ പോയിന്റിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20.25 into 10⁻⁹ Newton/Coulomb ആണ്. ഈ ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രീനിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായി വായിച്ച് നോട്ടിലേക്ക് എഴുതി കൃത്യമായി ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് കിട്ടിയ ആൻസർ പറ്റുമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.